ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, നാമൊക്കെ വെള്ളിയാഴ്ച ദിവസം ഈ പരിശുദ്ധൻ്റെ ആലയത്തിൽ ദൈവസന്നിധിയിൽ, ബലിപീഠ സന്നിധിയിൽ അല്പനേരം ദൈവചിന്തയ്ക്കായി കാതോർക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മുന്നമേ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു വലിയ യാത്രയുടെ ഭാഗവാക്കാകുവാൻ തക്കവണ്ണം നൊയമ്പും ഉപവാസവും എന്ന വലിയ യാത്രയിൽ കൂടി ക്രിസ്തുവിനൊപ്പം പങ്കുകാരാകുവാൻ തക്കവണ്ണം പല ആവർത്തി നാം ഒരുങ്ങുന്ന സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ നൊയമ്പ് ഉപവാസം എന്ന യാത്രയിൽ കൂടി യാത്രയുടെ ഓരോ നാളിട്ട വഴികളിലും നാം ഈ യാത്രയിൽ പല ആവർത്തി പടുകുഴിയിൽ വീണുകൊണ്ട് യാത്രയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിട്ട അനവധി സമയങ്ങളും, എന്നാൽ ഈ യാത്രയിൽ വീണ്ടും പടുകുഴിയിൽ നിന്ന് ചടുലമായി എഴുന്നേറ്റുകൊണ്ട് യാത്രയിൽ പുനരാരംഭിച്ച ക്രിസ്തീയ കാൽവറി മാമലയിലേക്ക് നോക്കി യാത്ര ചെയ്തവർ അനേകരുണ്ടാകാം. എന്നാൽ യാതൊരു പ്രതിബന്ധനവും കൂടാതെ ഈ യാത്ര പൂർത്തീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിനെ വഹിക്കുവാൻ തക്കവണ്ണം സുന്ദരമായ ആ യാത്രയിൽ പങ്കുകാരായ അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. കാലങ്ങൾക്ക് മുമ്പ് അബ്രഹാം പിതാവ് ഒരു വലിയ യാത്ര നടത്തുന്നുണ്ട്. ഈ യാത്രയിൽ തൻ്റെ സമ്പാദ്യങ്ങളും തൻ്റെ മക്കളും തനിക്കുള്ള മുഴുവൻ സമ്പത്തിനെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൂർവ്വപിതാവായ അബ്രഹാം ഒരു യാത്ര നടത്തുന്നുണ്ട്. എന്നാൽ യാത്രയ്ക്ക് പുതിയ ചില മാനങ്ങൾ ക്രിസ്തു തമ്പുരാൻ നിർവഹിക്കുകയാണ്. തനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞുകൊണ്ട് ചെരുപ്പും വടിയും പൊക്കണവും ഒന്നും എടുക്കാത്ത ക്രിസ്തുവിൻ്റെ യാത്രയെപ്പറ്റി പുതിയ നിയമതാളുകളിൽ നാം വായിച്ചു കാണുന്നുണ്ട്. എന്നാൽ ഈ യാത്രയുടെ പാരമ്യത്തിൽ ഇന്ന് ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് ഇരുന്നു കൊണ്ട്, ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബലിപീഠ സന്നിധിയിൽ നാം കുറേ നിമിഷം ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ പാപി എന്ന് ഏറ്റുപറയുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിശുദ്ധനായ വ്യക്തി. ജീവിതത്തിൽ ഞാൻ പാപി, ഞാൻ മഹാപാപിയായ വ്യക്തി എന്ന് സ്വയം ഏറ്റുപറയുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ വിശുദ്ധനായി മാറുന്നത്. സ്വയം വിശുദ്ധനായി അവരോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴിയിൽ ചിലരെയൊക്കെ കാണിക്കുവാൻ ചില പ്രകടനങ്ങൾ നടത്തുന്നതുമല്ല ഭക്തി. അതല്ല വിശുദ്ധിയുടെ അവസ്ഥ. മറിച്ച് ഞാൻ സ്വയം പാപി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണീറിയാകം ഈ ബലിപീഠ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരുവന് സാധിച്ചാൽ അതാണ് അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് അവൻ നടത്തുന്ന യാത്ര എന്നുള്ളത്. ഉപവാസം എന്ന് പറയുന്നത് ഉപത്തിൽ കൂടി വസിക്കുക എന്നുള്ളതാണ്. ഉപത്തിൽ കൂടി വസിക്കുക എന്ന് കർത്താവിൻ്റെ യേശുതമ്പുരാൻ്റെ കൂടെ കുറേ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും കണ്ണീരുമായി ദൈവസന്നിധിയിൽ കുറേ നിമിഷങ്ങളായിരിക്കുന്ന ഒരു സുന്ദരമായ ഒരവസ്ഥ. യേശുതമ്പുരാൻ പരീക്ഷകൾ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്ന മാത്രയിൽ അവനെ മാലാഖമാർ ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. നാം ഈ ഉപവാസവും പ്രാർത്ഥനയും നൊയമ്പിൻ്റെയും അവസാനം നമ്മെ ആരാണ് ശുശ്രൂഷിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ, അവൻ്റെ ഉപവാസത്തിൻ്റെ ഒടുവിൽ അവനെ മാലാഖമാർ ശുശ്രൂഷിച്ചുവെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധമായ ആലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കണ്ണീരിലുമായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ അവസാനം നമ്മെ മാലാഖമാർ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആമുഖമായി ഓർപ്പിക്കട്ടെ. നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ചാട്ട്.
കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ വേദഭാഗം നാം നിരവധി പ്രാവശ്യം നമ്മുടെ ജീവിതയാത്രയിൽ വായിച്ചു കേട്ടതാണ്. കാരണം പ്രത്യേകമായി വലിയ നോമ്പിലെ ശുശ്രൂഷ വേലയിൽ ഒരു ഞായറാഴ്ച കുരുടൻ്റെ ഞായറാഴ്ചയായി ക്രമീകരിച്ചിരിക്കുന്ന ഞായറാഴ്ച വേദഭാഗത്തിൽ നിരവധി പ്രാവശ്യം നാം കണ്ട ഒരു വാക്യമാണിത്. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടനാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന്. ആദി മനുഷ്യനെ ദൈവം മണ്ണാൽ നിർമ്മിച്ചുവെങ്കിൽ ഇന്ന് മണ്ണുകൊണ്ട് യേശുതമ്പുരാൻ ഒരുവന് കാഴ്ച നൽകുകയാണ്. പല ആവർത്തി പുതിയ നിയമ താളുകളിൽ നാം പരിശോധിക്കുമ്പോൾ യേശുതമ്പുരാൻ അങ്ങോട്ട് ചെന്ന് സൗഖ്യപ്പെടുത്തിയതിലൊക്കെ ഉപരിയായി കാണുന്ന ചില ചിത്രങ്ങൾ യേശുവിനെ തേടിക്കൊണ്ട് രോഗസൗഖ്യത്തിനും മറ്റനേക അത്ഭുതങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണം യേശുവിനെ തേടി വരുന്ന ഒരു ജനസമൂഹത്തെയാണ് പുതിയ നിയമ താളുകളിൽ നാം വരച്ചു കാണുന്നത്. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിത്രം ഈ വേദഭാഗത്തിൽ കൂടി നാം കാണുന്നു. യേശുതമ്പുരാൻ കുരുടനായ ഒരു വ്യക്തിയെ കാണുവാൻ തക്കവണ്ണം അവൻ്റെ അടുക്കലേക്ക് വന്ന് ചിലരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം യേശുതമ്പുരാൻ കടന്നു വരുന്ന സുന്ദരമായ ഒരു ചിത്രമാണ് നാം ഈ വേദഭാഗത്തിൽ 9-ാം അധ്യായത്തിൽ മുഴുവനായും വായിച്ച് കാണുന്നത്. ക്രിസ്തു നമ്മ ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ആയിരിപ്പോൾ പല ആവർത്തി കുരുടൻ്റെ അടുക്കൽ കടന്നു വന്നതുപോലെ നമ്മുടെ സന്നിധിയിലേക്കും കടന്നു വന്നു. യേശുവിന് തൊട്ടൊന്ന് സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം, യേശുവിന് ചില അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നിരവധി പ്രാവശ്യം എൻ്റെ നിങ്ങളുടെ അടുക്കലേക്ക് ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. കുരുടനെ പോലെ, കുരുടൻ്റെ അടുക്കൽ കടന്നു വന്നതുപോലെ. പക്ഷെ ആ ദർശനത്തെയും ആ സ്പർശനത്തെയും ക്രിസ്തുവിൻ്റെ അടുക്കലുള്ള നമ്മുടെ ഇരിപ്പിനെയും ഒക്കെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ബോധ്യങ്ങൾ നിരവധി പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രസക്തം. എന്നാൽ കുരുടന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ അത്ഭുതത്തെയും ക്രിസ്തുവിൻ്റെ നോട്ടത്തെയും ഒക്കെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ കുരുടന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇവിടെ ഈ വേദഭാഗത്തിൽ കുരുടൻ്റെ ഭൗതികമായ ചില അന്ധകാരത്തെ മാറ്റിയെന്ന് മാത്രമാണ് നാം 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാലൊക്കെ അതിനൊക്കെ അപ്പുറമായി ക്രിസ്തു ഒരു സമൂഹത്തിൻ്റെ, പരീക്ഷ സാധൂക്യ സമൂഹത്തിൻ്റെ, കുരുടനായ വ്യക്തിയുടെ, പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയുടെ, ശ്ലൈഹിക സമൂഹത്തിൻ്റെ മുഴുവൻ്റെയും, അവിടെ കൂടിയിരുന്ന മുഴുവൻ ജനത്തിൻ്റെയും ചില പ്രകാശം അവരുടെ ജീവിതത്തിൽ നൽകുകയാണ് ഈ വാക്യത്തിൽ കൂടി. ഈ 9-ാം അധ്യായത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. വളരെയധികം അതിൻ്റെ അവതരണത്തിൻ്റെ നാടകീയത കൊണ്ട് വളരെ മികച്ചു നിൽക്കുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. കാരണം അങ്ങനെ പറയാൻ കാരണം വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ ചില കഥാപാത്രങ്ങളെയുമാണ് 9-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. ഈ അധ്യായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാമോദീസ ഏൽക്കുന്ന സമൂഹത്തിന് ഒരു പ്രബോധന ശുശ്രൂഷയായി അധ്യായം ആദിമസഭയിൽ ക്രമപ്പെടുത്തിയിരുന്നു. കാരണം ഇതിനകത്ത് ശീലോഹാം കുളത്തിലെ കഴുകലിനെ പറ്റിയൊക്കെ സുന്ദരമായി വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിനെ ആദിമസഭയിൽ ഇത് മാമോദീസ ഏൽക്കുന്നവർക്കുള്ള പ്രബോധന ശുശ്രൂഷയായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. വളരെ സുന്ദരമായ ഒരു ചിത്രം ഈ സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കുരുടൻ്റെ വിശ്വാസത്തിലേക്കുള്ള തീവ്രമായ ഒരു വളർച്ചയെപ്പറ്റി. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നു കുരുടൻ ആദ്യമായി. വീണ്ടും അതിൻ്റെ 17-ാം വാക്യം അവൻ ഒരു പ്രവാചകൻ എന്ന് 17-ാം വാക്യത്തിലും, വീണ്ടും 33-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന മനുഷ്യൻ എന്ന 33-ാം വാക്യത്തിലും, വീണ്ടും അതിനോട് ചേർന്ന് 35-ാം വാക്യത്തിൽ അവൻ സ്വർഗീയനായ മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ വലിയൊരു വിശ്വാസത്തിലേക്കുള്ള തീവ്രമായ ഒരു മനുഷ്യൻ്റെ സുന്ദരമായ ഒരു വളർച്ചയാണ് സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അവൻ യേശു എന്ന മനുഷ്യനെന്നും പിന്നീട് പ്രവാചകനെന്നും ദൈവത്തിൽ നിന്നുള്ള മനുഷ്യനെന്നും അവസാനം മശിഹ എന്നുള്ള ചില തിരിച്ചറിവുകൾ ഈ കുരുടനായ പിറവിയിലെ കുരുടനായ വ്യക്തിക്ക് ചില സമൂലമായ മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ പുതിയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. വിശ്വാസത്തിൽ വളർച്ച ഉണ്ടായ
തൻ്റെ വാക്കുകൾ കൂടി വിശ്വാസത്തിൽ വളർച്ച ഉണ്ടായ ഒരു വ്യക്തിയെ പറ്റി. ആരാ? ശമരിയ സ്ത്രീ പറയുന്നു, അവൻ ആദ്യം യഹൂദനെന്നും പിന്നെ പ്രവാചകനെന്നും പിന്നെ മശിഹ എന്നുമുള്ള തിരിച്ചറിവുകൾ ശമരിയ സ്ത്രീയിൽ ഉണ്ടാകുന്നു. യേശു ഒരുപാട് സ്നേഹിച്ച പത്രോസ് എന്ന അപ്പോസ്തലൻ പോലും യേശുവിനെ മശിഹ എന്നുള്ള തിരിച്ചറിവുകളിലേക്ക് അവനെ നയിച്ചത് കാലങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ ഇവിടെ ശമരിയ സ്ത്രീയിലും പിറവിയിലെ കുരുടനായ വ്യക്തിയിലും വലിയൊരു വിശ്വാസ വളർച്ചയാണ് കാണുന്നത്. മനുഷ്യനെന്നുള്ള ചില തിരിച്ചറിവുകളെന്നും പിന്നെ പ്രവാചകനെന്നും പിന്നെ മശിഹ എന്നും സാക്ഷാൽ ദൈവപുത്രനായ മശിഹ എന്നുള്ള ചില തിരിച്ചറിവുകൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസ വളർച്ച പലപ്പോഴും കാണാതെ വരികയാണ്. ഈ വേദഭാഗം ഉന്നയിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. യേശുവിനെ മശിഹ എന്ന് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയെയും സുനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്നാണ് യഹൂദ സംഹിതകളിലും യഹൂദ നിയമപ്രകാരമുള്ള അവരുണ്ടാക്കിയെടുത്ത പുതിയ ചില നിയമങ്ങൾ. എന്നാൽ തമ്പുരാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ തീരുമാനം വലിയ ശക്തമായൊരു തീരുമാനമൊന്നുമല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണശേഷം വളരെ യഹൂദ സംസ്കാരത്തിൽ വളരെയധികം തീവ്രമായി നിന്നിരുന്ന ഒരാശയമായിരുന്നു ക്രിസ്തുവിനെ മശിഹ എന്ന് ഒരുവനെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സുനഗോഗിൽ നിന്നും യഹൂദ സംസ്കാരത്തിൽ നിന്നും പുറത്താക്കണമെന്നുള്ള ചില നടപടിച്ചട്ടങ്ങൾ. നമുക്കറിയാം, പരീശ സാദൂക്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദ മതത്തിൻ്റെ കാവൽ ഭടന്മാരെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. കാരണം 10ഓളം വരുന്ന യഹൂദ സംഹിതകളുടെ നിയമങ്ങളും 613 വരുന്ന ഉപനിയമങ്ങളും തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതഗന്ധിയായി കരുതിയിരുന്ന ഒരു മനുഷ്യരെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സമൂഹം. പക്ഷെ അവർ മനസ്സിൽ അവരുടെ പുറമേ മാത്രം ഈ നിയമങ്ങളും ഉപനിയമങ്ങളും അനുഷ്ഠിച്ചു എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. മശിഹായുടെ വരവിനെ പറ്റിയും മശിഹ ആരെന്നുമുള്ള വ്യക്തമായ ചില ബോധ്യങ്ങൾ അവർക്കുണ്ടായിരുന്നിട്ട് പോലും ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ഒരു പ്രാവശ്യം പോലും അവരുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. ഒന്നാമതായി ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നു, അവിടെ ഒരു ശ്ലൈഹിക സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലെയും അന്ധകാരത്തെ ക്രിസ്തു ദേവൻ മാറ്റിയിടുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ഉന്നയിക്കുന്ന ഒരു വലിയ സംശയമുണ്ട്. രോഗവും ദുരിതവും ഉണ്ടാകുന്നത് പാപത്തിനുള്ള ശിക്ഷയാണെന്നുള്ള ധാരണ. രോഗവും ദുരിതവും ഉണ്ടാകുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എന്തോ പാപത്തിൻ്റെ ശിക്ഷയാണെന്നുള്ള ധാരണ. ശ്ലൈഹിക സമൂഹം യേശു തമ്പുരാനോട് ഇത് ഉന്നയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരെ ഇതിലേക്ക് നയിച്ച ഒരു കാരണം ഉണ്ടാകും. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നത്. ഇത് വായിച്ചാണ് ഈ ശ്ലൈഹിക സമൂഹത്തിന് ഒരു സംശയമുണ്ടായത്. എന്തുവാ, ആരെങ്കിലും പാപം ചെയ്തിട്ടാണോ അതിനുള്ള ശിക്ഷയാണോ അവർ അനുഭവിക്കുന്നത്? അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യഹൂദ സമൂഹം മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് പാപം ചെയ്തുവോ എന്നുള്ള ചോദ്യം. ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ജനിക്കുന്നതിന് മുമ്പ് പാപം ചെയ്തുവോ എന്ന്. എന്നാൽ ഇവർ മുജന്മ പാപത്തെ പറ്റിയൊന്നുമല്ല പറഞ്ഞത്, മറിച്ച് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാപം ചെയ്തുവോ എന്ന്. ഇതിന് രണ്ടിനും കൃത്യമായൊരു ഉത്തരം യേശു തമ്പുരാൻ നൽകുകയാണ്. അവരുടെ ഒരു വ്യക്തിക്ക് അവന് ദൗർഭാഗ്യം പാപം മൂലമല്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു, മറിച്ച് അവൻ്റെ പ്രയോജനത്തിനും സ്വയപരിശോധനയ്ക്കും വേണ്ടിയാണ് ക്രിസ്തു തമ്പുരാൻ പറയുകയാണ്. അവൻ്റെ പ്രയോജനത്തിനും സ്വയപരിശോധനയ്ക്കും വേണ്ടിയാണ് ഇതെന്ന് ക്രിസ്തു തമ്പുരാൻ വ്യക്തമായി വേദഭാഗത്തിൽ കൂടി ഓർപ്പിക്കുകയാണ്. കഷ്ടത ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് നാം തിരിച്ചറിയണം. കഷ്ടത ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് നാം തിരിച്ചറിയണം. ശ്ലൈഹിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അലട്ടിയ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യം.
ഇതിലേക്ക് അവരെ നയിച്ച നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ശ്ലൈഹിക സമൂഹത്തിൽ മൂപ്പനാണ്, പ്രഥമനാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പോലെയുള്ള നിരവധി അവകാശങ്ങൾ കൈവശമുള്ള ഒരു ശ്ലൈഹിക സമൂഹത്തിലെ പ്രധാനിയായ വ്യക്തി. യാക്കോബിനും യോഹന്നാനും സബദൈ മക്കൾക്കുമുണ്ട് നിരത്തുവാൻ കാരണങ്ങൾ. കാരണം യേശുതമ്പുരാന്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളെ ചൊല്ലി ആകുലപ്പെടുന്ന ഒരു സമൂഹം. സ്കറിയോത്തുകാരൻ യൂദായും പറയുന്നു, ഈ സമൂഹത്തിന്റെ മുഴുവൻ ശ്ലൈഹിക സമൂഹത്തിന്റെ മുഴുവൻ പണത്തിന്റെ താക്കോൽ തന്റെ കൈവശമാണ്. അതുകൊണ്ട് താനുമാകാം സ്വർഗരാജ്യത്തിൽ വലിയവനുള്ള സ്ഥാനം. ഇങ്ങനെ ഭൗതികമായ ചില മോഹങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഒരു സമൂഹം നമ്മെ ഭരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ നിരന്തരമായി ഇവിടെ ആയിരിക്കുമ്പോൾ നാമും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദേവാലയത്തിൽ ഇന്ന് പരിശുദ്ധ ബലിപീഠ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ഒരു ചോദ്യമായി ദൈവസന്നിധിയിൽ പല ആവർത്തി നാം കടന്നു വരാറുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് പ്രയോജനം ലഭിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചില ചോദ്യങ്ങൾ. ഈ ചോദ്യം കാലങ്ങൾക്ക് മുമ്പ് സ്കറിയോത്തുകാരൻ യൂദാ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഗുരുവിനെ കാണിച്ചു തരാം, എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യം. ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഭൗതികമായ അനേകം മോഹങ്ങളാൽ നാം വ്യാകുലപ്പെടാറുണ്ട്. പക്ഷേ മോഹങ്ങളിൽ പെട്ടുഴലുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, കഷ്ടത ദൈവത്തിൻ്റെ സ്നേഹമാണെന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശിലോഹാം കുളമെന്ന് പല ആവർത്തി നാം കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഈ ശിലോഹാം കുളമെന്ന് പലപ്പോഴും നമുക്കറിയാറില്ല. ഇത് യെരുശലേമിൻ്റെ തെക്ക് കിഴക്ക് പട്ടണ മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണ് ശിലോഹാം കുളം. ഇത് ഗീഹോൻ എന്ന ഉറവയിൽ നിന്ന് ഒരു പാറ വെട്ടിയുണ്ടാക്കി നഗരത്തിലേക്ക് വെള്ളം വരുത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം പണ്ട് കാലത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഏത് രാജാവാണ് പണിത്? ഹിസ്കിയാവ് എന്ന രാജാവാണ് ഈ കുളം പണിതത്. ഈ നഗര അതിർത്തിയിൽ മുഴുവൻ എന്തെങ്കിലും യുദ്ധങ്ങളോ മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ജനത്തിനുണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം നഗരത്തിലേക്ക് മുഴുവൻ ജനത്തിനും വെള്ളം കിട്ടുവാനുള്ള ഒരു സൗകര്യത്തിനാണ് ഈ കുളം അന്ന് പണിത്. എന്നാൽ മറ്റൊരു പ്രധാന പ്രത്യേകത, കൂടാരപ്പെരുന്നാൾ യെരുശലേം ദേശക്കാർ ആചരിച്ചിരുന്നത് എത്ര ദിവസമായിരുന്നു? എത്ര? 7 ദിവസമായിരുന്നു. പിന്നീട് അതിന് മാറ്റമുണ്ടായി, 8 ദിവസമായി മാറ്റപ്പെട്ടു. ഈ 8ാം ദിവസം നഗരത്തിലുള്ള മുഴുവൻ വിളക്കുകളും കത്തിച്ചു വെച്ചുകൊണ്ട് പൂർവ്വസ്മരണ എന്നോണം കനാൻ ദേശത്തേക്കുള്ള വഴി യാത്രയിൽ, വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയിൽ വെള്ളവും വെളിച്ചവും നൽകിയ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ശിലോഹാം കുളത്തിൽ നിന്ന് പ്രദക്ഷിണമായി തിരികളെല്ലാം കത്തിച്ചുകൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് പഴയ നിയമതാളുകളിൽ ശിലോഹാം കുളത്തിന് ഉള്ളത്. അല്ല, എനിക്ക് തോന്നിയ ഒരു സംശയം, ഈ ശിലോഹാം കുളത്തിന് വല്ല ഔഷധസിദ്ധി ഉണ്ടോ? ഈ ശിലോഹാമിൽ ചെന്ന് കഴുകാൻ പറഞ്ഞപ്പോൾ ഈ ശിലോഹാമിലെ വെള്ളത്തിന് ഒരു അത്ഭുത സിദ്ധി ഉണ്ടോ? ശിലോഹാമിലെ വെള്ളത്തിന് അത്ഭുത സിദ്ധിയൊന്നുമില്ല. മറിച്ച് ഈ കുരുടന്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, അവനൊരു സാധാരണക്കാരനായ വ്യക്തിയായതുകൊണ്ട് യേശു തമ്പുരാന്റെ വാക്കുകൾക്ക് സുന്ദരമായി വില കൽപ്പിച്ചുകൊണ്ട് ശിലോഹാം വെള്ളത്തിലേക്ക് നടങ്ങി നീങ്ങിക്കൊണ്ട് അവന് രോഗസൗഖ്യം ലഭിക്കുകയാണ്. അല്ലാതെ ഈ വെള്ളത്തിന് മറ്റ് അത്ഭുത സിദ്ധികൾ ഒന്നും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിലേക്കുള്ള സുന്ദരമായ അവൻ്റെ വളർച്ചയുടെ യാത്രയിൽ ഉണ്ടാകുന്ന തീക്ഷ്ണത മൂലമാണ് അവന് രോഗസൗഖ്യം ലഭിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല. യേശുവിനുള്ള അവൻ്റെ അടിയുറച്ചമായ ഒരു വിശ്വാസത്തിലേക്കുള്ള വളർച്ച കൊണ്ട് അവൻ നേടിയെടുത്ത ഒരു
വലിയ വീര്യമാണ് അവന് രോഗസൗഖ്യം എന്നുള്ളത്. പല ആവർത്തി പുതിയ നിയമതാളുകൾ വായിക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നിയ ഒരു കഥാപാത്രമാണ് കനാന്യക്കാരിയായ സ്ത്രീയെ പറ്റി. അവിടെ പറയുന്നു, അവർ പല ആവർത്തി യേശുമ്പുരാനോട് പറഞ്ഞു, എനിക്കൊരു രോഗസൗഖ്യം തരുവാൻ തക്കവണ്ണം. എന്നാൽ ഒരുപാട് പ്രാവശ്യം ആ വേദഭാഗത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നാം മനസ്സിലാകും, ക്രിസ്തുവിന് അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ കരുണയില്ലാഞ്ഞിട്ടോ മറ്റൊന്നും കൊണ്ടല്ല. അവൾ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ശ്ലൈഹിക സമൂഹത്തിന് മുഴുവനും, അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സമൂഹത്തിനും ജനത്തിനും, പരീക്ഷ സാധുക്യ സമൂഹത്തിനും ചിലതൊക്കെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു അവളെ രോഗസൗഖ്യം കൊടുക്കുവാൻ താമസിച്ചത്. അവളോട് കരുണയില്ലാഞ്ഞിട്ടോ അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ മറ്റൊന്നും കൊണ്ടല്ല, ചില വിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമാണ്. ഇത് തന്നെയാണ് പിറവിയിലെ കുരുടനായ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായത്. വലിയൊരു വിശ്വാസത്തിലേക്കുള്ള വളർച്ചയാണ് അവൻ്റെ ജീവിതത്തിൽ. ശിലോഹാമിൽ പോയി കഴുകുവാൻ തക്കവണ്ണം പറഞ്ഞപ്പോൾ അവന് ചില ബോധ്യങ്ങൾ, വിശ്വാസത്തിലേക്കുള്ള അവൻ്റെ വളർച്ച ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവന് രോഗസൗഖ്യം ലഭിച്ചത്. ആ സമൂഹത്തിലെ പരീക്ഷ സാധുക്യ സമൂഹത്തിനെയും അവിടെ കൂടിയിരുന്ന മുഴുവൻ ജനത്തെയും ശ്ലൈഹിക സമൂഹത്തെയും ചിലതൊക്കെ ഈ സാധാരണക്കാരിയുടെ വിശ്വാസത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു ചിലതൊക്കെ അവിടെ ചെയ്തു വെച്ചത്. ഞാൻ ഈയിടെ അടുത്തിടയ്ക്ക് 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ രോഗത്തിന് അടിമയായ ഒരു അമ്മച്ചിയെ കാണുവാനായി പോകുവാനിടയായി. അമ്മച്ചിക്ക് 100 വയസ്സോളം പ്രായമുണ്ട്. അമ്മച്ചി കിടക്കയിലായിട്ട് ഒരു 1.5 ആഴ്ച ആകുന്നേ ഉള്ളൂ, 2 ആഴ്ച ആയതേ ഉള്ളൂ. അമ്മച്ചി 30 വർഷമായി ക്യാൻസർ രോഗത്തിന് അടിമയാണ്. ഞാൻ ചെന്ന് ഭവനത്തിലോട്ട് കയറിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, അമ്മച്ചി മകളെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു പാട്ടുപുസ്തകത്തിലെ പാട്ടുകളൊക്കെ പാടിപ്പിച്ചുകൊണ്ട് ഒത്തിരി നേരം ഈ പ്രാർത്ഥന ഇങ്ങനെ വായിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ കട്ടിലിൻ്റെ ഒരു കുരിശുമാലയും കഴുത്തിലൊരു കുരിശുമാലയും കയ്യിൽ മുറുകി പിടിച്ചൊരു കുരിശുമാലയും ഞാൻ കാണുവാനിടയായി. 30 വർഷത്തോളം രോഗത്താൽ വലയപ്പെടുന്ന ഒരു സ്ത്രീ, അവരെങ്ങനെ ഈ രോഗത്തിൽ നിന്ന് ദൈവത്തെ ദർശിച്ചുകൊണ്ട് മാത്രം അവളുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് 30 വർഷത്തോളം ഈ രോഗത്തിന് അടിമയായ ഒരു വ്യക്തി അവളുടെ ജീവിതം മുന്നോട്ട് നയിച്ചത്. ആ അമ്മച്ചിയുടെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, നമുക്കൊന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണത്. ഈ പ്രായത്തിലും ഒന്ന് സംസാരിക്കുവാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തി തനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളില്ല. അതുകൊണ്ട് മറിച്ച് മകളെ അടുത്തിരുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു മനസ്സ്, ഇതുപോലും നമ്മുടെ ജീവിതത്തിലില്ല. 3 നേരം പ്രാർത്ഥിക്കുവാനുള്ള ബോധ്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. നാം സുന്ദരമായി ഒരു പ്രശ്നങ്ങൾ കൂടാതെയും ജീവിതത്തിൽ നടക്കുന്ന ഈ സമയത്ത് പോലും ദൈവസന്നിധിയിൽ 3 നേരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള സമയമോ സാഹചര്യമോ ഒന്നും നാം ഉണ്ടാക്കാറില്ല. ഇവരെ നോക്കി ചിലതൊക്കെ പഠിക്കുകയാണ് തക്കവണ്ണമുണ്ട്. കനാന്യക്കാരെയും പിറവിയിലെ കുരുടനെയും നോക്കി ക്രിസ്തു ചിലതൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല മോഡൽസ് ഉണ്ടെങ്കിലും ഒന്നും നമ്മുടെ ജീവിതത്തിൽ പലരെ നോക്കി പഠിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോകും. ചിലപ്പോൾ ചിലരൊക്കെ കുറച്ച് നാളൊക്കെ അനുകരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ശ്ലൈഹിക സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അന്ധകാരമായിരുന്നു അവരുടെ ജീവിതത്തിൽ. പക്ഷെ ആ വലിയ അന്ധകാരത്തെ ക്രിസ്തു തമ്പുരാൻ മാറ്റിയെടുക്കുകയാണ്. വീണ്ടും രണ്ടാമതായി വേദഭാഗം നമ്മോട് സംസാരിക്കുന്നു, പരീക്ഷ സാധുക്യ സമൂഹത്തിൻ്റെയും പിറവിയിലെ കുരുടനായ ആ വ്യക്തിയുടെയും ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റിയെടുക്കുന്ന ക്രിസ്തുദേവൻ.
ഈ കുരുടനെ സംബന്ധിച്ചിടത്തോളം അവൻ പിറവിയിൽ കുരുടനായിരുന്നു എന്നാണ് പറയുന്നത്. ജന്മനാ അന്ധനായിരുന്ന, ഒട്ടും തന്നെ വെളിച്ചത്തെ ഒരു പ്രാവശ്യം പോലും ദർശിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തി. അവൻ ഭൗമികമായ ഒരു അന്ധകാരത്തിലാണ്. നാമും നമ്മുടെ ജീവിതത്തിൽ ഭൗമിക അന്ധകാരമൊന്നുമില്ലെങ്കിലും ഒരു ആത്മീയ അന്ധകാരത്തിലാണ്, പാപ അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. ഇനി ദേവാലയത്തിൽ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ കവറിങ്കൽ ബലിപീഠ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പിറവിയിലെ കുരുടന് ഭൗമികമായ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് ക്രിസ്തു തമ്പുരാൻ ചില പ്രകാശത്തെ നൽകുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ അടുത്തിരിക്കുന്നവനോട്, നമ്മുടെ അയൽക്കാരനോട്, നമ്മുടെ സഹോദരനോട് എന്തെങ്കിലുമൊക്കെ വിരോധമുണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക. നമ്മുടെ പാപ അവസ്ഥ വിട്ടുപിരിഞ്ഞുകൊണ്ട് പിറവിയിലെ കുരുടനെ പോലെ ചില പ്രകാശത്തെ ദർശിക്കുവാനൊക്കെ വേണം സാധിക്കേണ്ടിയിരിക്കുന്നു. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഈ ശിലോഹാം കുളത്തിലേക്ക് നടന്നു നീങ്ങുവാൻ തക്കവണ്ണം 7 നാഴിക ദൂരമുണ്ട്. എവിടോട്ട് പോകാനാ? ശിലോഹാം കുളത്തിലേക്ക് നടന്നു പോകുവാൻ. ഏകദേശം 20 പടികളോളമുണ്ട് ഈ ശിലോഹാമിലെ വെള്ളത്തെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം. ഞാൻ നിരവധി പ്രാവശ്യം പുതിയ നിയമതാളുകളിൽ ഈ വേദഭാഗത്തിൽ കൂടി കടന്നുപോയി. ഒരുവൻ പോലും സഹായത്തിനായി പിറവിയിലെ കുരുടന്റെ കൂടെ ഉണ്ടായിരുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യന്റെയും സഹായമില്ലാതെ 7 നാഴിക ദൂരമുള്ള ഈ ശിലോഹാം കുളത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇവൻ എങ്ങനെ കഴിഞ്ഞു? 20ഓളം പടികളുള്ള ഈ ശിലോഹാമിലെ വെള്ളത്തെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം പിറവിയിലെ കുരുടനായ വ്യക്തിക്ക് ആരുടെയും സഹായമില്ലാതെ എങ്ങനെ കഴിഞ്ഞു? ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിശ്വാസത്തിലേക്കുള്ള വളർച്ച തന്നെ കാരണം. യേശു എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള വലിയ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ 7 നാഴിക ദൂരം നടന്ന് അവൻ ശിലോഹാമിൽ ചെന്നതും 20 പടികൾ സ്പർശിച്ച് അവന് രോഗസൗഖ്യം ലഭിച്ചത്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ശിലോഹാമിൽ പോയി ആ വെള്ളത്തെ ഒന്ന് സ്പർശിക്കുവാനും ആ വെള്ളത്തെ ഒന്ന് കഴുകുവാനും തക്കവണ്ണം യേശുതമ്പുരാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരനായ വ്യക്തിയോടാണ്. പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടാണ് യേശുതമ്പുരാൻ പറഞ്ഞത്, നീ പോയി ശിലോഹാമിൽ കഴുകുവാൻ തക്കവണ്ണം. എന്നാൽ പുതിയ നിയമത്താളുകളിൽ മറ്റൊരു വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, യേശുതമ്പുരാനെ സമീപിക്കുന്ന ഒരു പരീക്ഷ പ്രമാണിയായ നിക്കോദിമോസ് എന്ന വ്യക്തി. ഈ പരീക്ഷ പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യഹൂദ സംഹിതകളിലെ 10 നിയമങ്ങളും 613ഓളം വരുന്ന ഉപനിയമങ്ങളും വളരെ അറിയാവുന്ന, വളരെ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പരീക്ഷ പ്രമാണി. ചോദിക്കുകയാണ്, ഞാൻ എല്ലാം അനുഷ്ഠിക്കുന്നുണ്ട് ജീവിതത്തിൽ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് യേശുമ്പരാൻ എന്തോ മറുപടി പറയുന്നത്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്നുള്ള യേശുതമ്പുരാന്റെ വാക്കുകൾ. പക്ഷെ ചിലതൊക്കെ വിട്ടുവരിയുവാൻ തക്കവണ്ണം അന്ന് ആ പരീക്ഷ പ്രമാണിക്ക് കഴിഞ്ഞില്ല. സമൂഹത്തിൽ താൻ അലങ്കരിക്കുന്ന നിരവധി സ്ഥാനങ്ങളുണ്ട്. സമൂഹത്തിൽ എവിടെ ചെന്നാലും മുഖ്യാസനം തിരഞ്ഞെടുക്കുവാനുള്ള യോഗ്യത തനിക്കുണ്ട്. ചില അവകാശങ്ങളും ചില ബോധ്യങ്ങളും തനിക്ക് സമൂഹത്തിലുണ്ട്, സ്ഥാനങ്ങൾ. അതൊക്കെ വിട്ടുവരിയുവാൻ ഈ പരീക്ഷ പ്രമാണിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ യേശുതമ്പുരാൻ പറയുന്നത് സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയോടാണല്ല, ചില അധികാര അവകാശങ്ങളുള്ള വ്യക്തികളോടല്ല, മറിച്ച് യേശുതമ്പുരാൻ പറയുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയോട്, നീ പോയി ശിലോഹാമിൽ കഴുകുവാൻ തക്കവണ്ണം. അവൻ സാധാരണക്കാരനായതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞത്. മറ്റൊരു കാര്യവും ഇതിനോട് ചുവട് പിടിച്ചുകൊണ്ടുണ്ട്. കാരണം ഇതൊട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യം അവിടെ ഉണ്ട്. കാരണം
അന്ന് ശബത്താണെന്ന് പുതിയ നിയമത്താളുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? അന്ന് ശബത്തായിരുന്നു എന്ന്. ശബത്ത് എന്നുള്ളത് യഹൂദ സംഹിതയിൽ ശബത്തിൽ എടുക്കാവുന്ന ഭാരവും നടക്കാവുന്ന ദൂരവും വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. നടക്കാവുന്ന ദൂരവും എടുക്കാവുന്ന ഭാരവും ശബത്തിൽ എത്രയെന്ന് കൃത്യമായി യഹൂദ സംഹിതയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് യേശു തമ്പുരാൻ ഈ പിറവിയിലെ കുരുടനോട് പറയുന്നത്, നീ പോയി 7 നാഴിക ദൂരമുള്ള ശിലോഹാമിൽ പോയി കഴുകുവാൻ തക്കവണ്ണം. അവനാ ബോധ്യമുണ്ടായത് അവൻ സാധാരണക്കാരനായതുകൊണ്ടാണ്. യഹൂദ സംഹിതകളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായി, സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനിതിന് മുതിരില്ലായിരുന്നു. പരീക്ഷ പ്രമാണിയായ നിക്കോദിമോസിനെ പോലെ ചില മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഒരു പക്ഷെ ഒഴിയാമായിരുന്നു. പക്ഷേ അവൻ സാധാരണക്കാരനായ വ്യക്തിയായതുകൊണ്ട് ക്രിസ്തു തമ്പുരാനെ വിധേയപ്പെടുകയാണ്. അവന് വിശ്വാസവും താല്പര്യം കൊണ്ട് അവന് രോഗസൗഖ്യം ലഭിക്കുകയാണ്. യഹൂദ സമൂഹം വീണ്ടും പിറവിയിലെ കുരുടൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിച്ചത്? പക്ഷേ ഒരു ഭാഗത്ത് പോലും പുതിയ നിയമതാളുകളിൽ രേഖപ്പെടുത്തുന്നില്ല യേശു തമ്പുരാനെ അവനെ തള്ളിപ്പറഞ്ഞതായിട്ട്. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കുന്നത് ചിലത് ഇങ്ങനെയാണ്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നൊയമ്പിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചില പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അവിടെ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ശിലോഹാമിൽ പോയി പ്രവിയിലെ കുരുടന് രോഗസൗഖ്യം ലഭിച്ചു. ചില അനുഗ്രഹങ്ങളൊക്കെ അവന് ലഭിച്ചു. എന്നാൽ വലിയൊരു പരീക്ഷണത്തിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അവിടെ സമൂഹത്തിൽ നിരവധി സ്ഥാനങ്ങളുള്ള പരീക്ഷ സാധുക്യ സമൂഹം അവനെ ചോദ്യം ചെയ്യുകയാണ്. ആരാണ് നിനക്ക് രോഗസൗഖ്യം തന്നെന്നുള്ള ചോദ്യങ്ങൾ. അവൻ നെഞ്ചുറച്ചുകൊണ്ട് പറയുകയാണ്, യേശുവാണ് എനിക്ക് രോഗസൗഖ്യം തന്നതെന്ന്. നൊയമ്പിൽ ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പരീക്ഷണ അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. യഹൂദ സമൂഹം മുഴുവൻ ചേർന്ന് അവനെ ബെൽസബൂൻ എന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നു. നാം ഈ നൊയമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കുമ്പോൾ തമ്പുരാനെ തള്ളിപ്പറയാതെ, അവനെ ബെൽസബൂൻ എന്ന് വിളിക്കുവാൻ തുനിയാതെ, ആ പിറവിയിലെ കുരുടനോട് യേശു എൻ്റെ ഒപ്പമുണ്ടെന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണമുള്ള ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു സംഭവം കാണുന്നത്, ഈ പരീക്ഷ സാധുക്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരന് രോഗസൗഖ്യം ലഭിച്ചതിൻ്റെ സന്തോഷമൊന്നുമല്ല ഇവരുടെ മുഖത്ത്. പിറവിയിലെ കുരുടനായൊരു വ്യക്തിക്ക് രോഗസൗഖ്യം ലഭിച്ചതിൻ്റെ സന്തോഷമല്ല പരീക്ഷ സാധുക്യ സമൂഹത്തിൻ്റെ മുഖത്ത്. മറിച്ച് ചില കുറ്റങ്ങളും ചില കാരണങ്ങളും കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വക്താക്കളായി പരീക്ഷ സാധുക്യ സമൂഹം മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. നമ്മിലും ചിലരിങ്ങനെയൊക്കെയാണ്. നമ്മുടെ സഹോദരനോ നമ്മുടെ അയൽക്കാരനോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കെങ്കിലും ചില സൗഭാഗ്യങ്ങൾ നേടിവരുമ്പോൾ, ചില സന്തോഷങ്ങൾ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുമ്പോൾ, ചില കുറ്റങ്ങളൊക്കെ ഈ പരീക്ഷ സാധുക്യ സമൂഹത്തെ പോലെ കണ്ടുപിടിക്കുവാനുള്ള തത്രപ്പാടിലായി മാറ്റപ്പെടുകയാണ്. അയൽവക്കത്തെ കൊച്ചന് 10ലും +2 ഒക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയാൽ പറയും, ഓ അവൻ പഠിച്ചിട്ടൊന്നുമല്ല, കോപ്പി അടിച്ചിട്ട് കിട്ടിയാന്നല്ലേ. ടെക്നോ പാർക്ക് ജോലി കിട്ടിയാൽ പോലും പറയും പൈസ കൊടുത്ത് ജോലി കിട്ടിയാന്നല്ലേ. പരീക്ഷ സാധുക്യ സമൂഹവും ഇങ്ങനെ ചില
കാരണങ്ങൾ തേടി ക്രിസ്തുവിനെ കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ചില കാരണങ്ങൾ തേടി, കാരണങ്ങൾ പരതിക്കൊണ്ട് പിറവിയിലെ കുരുടൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഒരു സഹോദരന് സൗഖ്യം ലഭിച്ചതിൻ്റെ സന്തോഷമല്ല, ചില കുറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന ചില സമൂഹങ്ങൾ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പൊളിച്ചെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇവിടെ ആ സമൂഹം നൽകുന്നുണ്ട്. ഒന്ന്, ഇവൻ ശാബത്ത് ലംഘിച്ചതുകൊണ്ട് ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടതല്ല എന്നും, മറ്റു ചിലർ ഇവനൊരു പ്രവാചകനെന്നും പറയുന്നു. അങ്ങനെ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ശാബത്ത് ലംഘിച്ചതുകൊണ്ട് ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തി അല്ലെന്നും, മറ്റു ചിലർ പറയുന്നു ഇവൻ പ്രവാചകൻ ആണെന്നുമുള്ളത്. എന്നാൽ ഇവിടെ ഈ പിറവിയിലെ കുരുടൻ്റെ വാക്കുകളാണ് പ്രധാനമായ വിഷയം. പ്രതികരണം, സുന്ദരമായ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ടിയിരിക്കുന്ന ഒരു പ്രതികരണം. ഒട്ടും തന്നെ ജീവിതത്തിൽ പതർച്ചയില്ലാതെ, ഒട്ടും തന്നെ തൻ്റെ ജീവിതത്തിൽ വ്യതിയാനമില്ലാതെ അവൻ പറയുകയാണ്, എനിക്ക് രോഗസൗഖ്യം തന്നത് ക്രിസ്തുവാന്നുള്ള ഏറ്റുപറച്ചിൽ. പരീശന്മാർ ഈ പിറവിയിലെ കുരുടനെ തെറ്റിക്കുവാൻ തക്കവണ്ണം ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ 9-ാം അധ്യായം നിരവധി പ്രാവശ്യം രേഖപ്പെടുത്തുന്നുണ്ട് ഈ പിറവിയിലെ കുരുടനെ തെറ്റിക്കുവാൻ തക്കവണ്ണം പരീശ സാധുക്യ സമൂഹം ശ്രമിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നാം ഉടനീളം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതിന് മുമ്പും അതിന് പിമ്പും ഇതുപോലെ തെറ്റിക്കുവാൻ തക്കവണ്ണം ചില കാരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച്. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്ക് വന്ന ബോധ്യം വന്നപ്പോൾ എന്തോ പറഞ്ഞുണ്ടാക്കി? ക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. വീണ്ടും കാണുന്നുണ്ട്, അവനെ ബേൽസെബൂബ് വിളിച്ചുകൊണ്ട് ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെതിരെ ജൽപ്പനങ്ങൾ നടത്തുന്ന ചില കാഴ്ചയുടെ ചില മുഖങ്ങൾ നാം കാണുന്നുണ്ട്. ഒരു ന്യായാധിപനുണ്ടായിരുന്നു. കാഴ്ചയുടെ യാഥാർത്ഥ്യത്തെ സ്വന്തം ഭാര്യ വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ട് പോലും മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന ഒരു ന്യായാധിപൻ. കവി അയ്യപ്പ പണിക്കർ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, നീതിമാന്റെ രക്തത്തിൽ നിനക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നീ കൈയും കാലും കഴുകി തുടച്ച് വിശുദ്ധനായിരിക്കുക. ഞങ്ങൾ ക്രൂശേറ്റം കണ്ട് ഇതുവഴി മടങ്ങി വരാം. ഈ ന്യായാധിപന്റെ മുമ്പിൽ മുഴുവൻ കാഴ്ച മറയ്ക്കുന്ന ചില ബോധ്യങ്ങളായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. ഒന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ബോധ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. വീണ്ടും കാണുന്നുണ്ട്, ഗദരദേശത്തെ ഏകാന്തതയിൽ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ എന്നുള്ള തിരിച്ചറിവുകൾ അതും കേൾക്കുവാൻ ഈ ന്യായാധിപന് കഴിഞ്ഞില്ല. സുഖാറിൽ സുവിശേഷിച്ച ഹീനജാതിക്കാരെയും പറയുന്നു, നീ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായ മശീഹ എന്ന്. ഈ തിരിച്ചറിവുകളും കേൾക്കുവാൻ ഈ ന്യായാധിപന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു, ഇരുൾ മാറി പ്രകാശം വന്നെന്ന് എങ്ങനെ തിരിച്ചറിയും? ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, അകലെ നിൽക്കുന്ന മൃഗം അത് നായ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇരുൾ മാറി പ്രകാശം വന്നെന്ന് തിരിച്ചറിയും. രണ്ടാമത്തെ ശിഷ്യൻ മറുപടിയായി പറഞ്ഞു, അകലെ നിൽക്കുന്ന രണ്ട് മൃഗങ്ങൾ, ഒന്ന് നായും ഒന്ന് സിംഹവും എന്ന് തിരിച്ചറിയുമ്പോൾ. മൂന്നാമത്തെ ശിഷ്യൻ്റെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അകലെ നിൽക്കുന്ന വ്യക്തി ഒരു മനുഷ്യനാണെന്നും ആ മനുഷ്യൻ എൻ്റെ സഹോദരനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ മാറി പ്രകാശം വരുന്നത്. അകലെ നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്നും ആ മനുഷ്യൻ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ മാറി പ്രകാശം വന്നെന്ന് തിരിച്ചറിയുന്നത്. സ്വന്തം കണ്ണിലെ കോലിരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ
കരടിനെ ചൊല്ലി അസ്വസ്ഥതപ്പെടുന്ന, വ്യാകുലപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ വക്താക്കളായി മാറ്റപ്പെടുകയാണ്. പാപമില്ലാത്തവൾ അവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഉതിർന്നു വീണ കല്ലുകളുടെ ആകത്തുകയായിരുന്നു അവിടെ ആ സമൂഹത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ആകത്തുക. നമ്മുടെ ജീവിതത്തിലും നാം പല ആവർത്തി കാഴ്ചകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വക്താക്കളായി മാറ്റപ്പെടുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടും വീണ്ടും പരീക്ഷ സാധൂക്യ സമൂഹത്തെ പിറവിക്കുരുടൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ മകൻ എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിച്ചതെന്ന്. ഇവൻ പിറവിയിലെ കുരുടനായിരുന്നു എന്ന് ഈ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്. മാതാപിതാക്കൾ പറയുകയാണ്, എന്തു പറഞ്ഞു? ഇവൻ പിറവിയിലെ കുരുടനായ വ്യക്തിയാണെന്ന്. പക്ഷെ മറ്റൊരു വസ്തുത, ഒരു സത്യം മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ വ്യക്തമായി ഏറ്റുപറയുവാൻ തക്കവണ്ണമുള്ള ബോധ്യം ഈ മാതാപിതാക്കൾക്കുണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ആരാണ് രോഗസൗഖ്യം ലഭിച്ച് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് മറുപടിയില്ല. ഒരുപക്ഷെ ഈ പരീക്ഷ സാധൂക്യ സമൂഹത്തെ പേടിച്ചുകൊണ്ടായിരിക്കാം, അവിടുത്തെ അനന്തര ഫലങ്ങളെ, ഭവിഷ്യത്തുകളെയും പേടിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സുനഗോഗിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ഉള്ള പുറത്താക്കലുകൾ ചില ഭയന്നുകൊണ്ടായിരിക്കാം ഈ മാതാപിതാക്കൾ ക്രിസ്തുവാണ് തൻ്റെ മകന് രോഗസൗഖ്യം കൊടുത്തതെന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില സത്യങ്ങളെ മുഖത്ത് നോക്കി പറയുവാൻ തക്കവണ്ണമുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഒരു സമൂഹത്തിന് നേരെ, ഒരു രാജാവിന് നേരെ തുറന്നു പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതായിരുന്നു. ഈ ചങ്കുറ്റം ആ വലിയ പ്രവാചകനുണ്ടായിരുന്നു. നനച്ചിരിക്കുന്നത് നാശമെന്ന മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനുള്ള ചങ്കുറ്റം ഈ പ്രവാചക ശ്രേഷ്ഠനുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവൻ്റെ മുഖത്ത് നോക്കി ഇതാണ് സത്യമെന്നും തുറന്നു പറയുവാൻ തക്കവണ്ണം, ഭവിഷ്യത്തുകളെ പേടിച്ചുകൊണ്ട് ഇതാണ് സത്യമെന്ന് തുറന്നു പറയുവാൻ തക്കവണ്ണമുള്ള ബോധ്യം നമ്മൾക്കില്ലാതെ പോവുകയാണ്. അമേരിക്കയും ഇറാഖും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം. അനേകം ആളുകളെ ഈ ക്രൈസ്തവ ഭരണകർത്താവ് കൊന്നൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഗോഡ് കമാൻഡ് മീ ടു ഡു സോ, സോ ഐ ഡിഡ് ഇറ്റ്. ഞാനൊരു ക്രൈസ്തവ ഭരണകർത്താവാണ്, ദൈവം എന്നോട് കൽപ്പിച്ചു, ഞാനതൊക്കെ ചെയ്തു എന്ന്. എന്തിനും ഏതിനും നമ്മുടെ തിന്മകൾക്ക് വരെ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്ന ഒരു ക്രൈസ്തവ ഭരണകർത്താവിൻ്റെ ചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ നാം അനുദിനം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. ചില സത്യങ്ങളെ ചിലവൻ വ്യക്തികളുടെ മുഖത്ത് നോക്കി പറയുവാൻ തക്കവണ്ണമുള്ള ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. മറ്റാരിലും ആകണം, മറ്റാരിലും ആശ്രയിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ മുറുകെ പിടിക്കേണ്ട അത്യന്താവശ്യമാണ്. യഹൂദ സമൂഹത്തിൽ 3 തരത്തിലുള്ള മുടക്കുകൾ അന്ന് ക്രിസ്തു മശിഹ എന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം കടന്നു വന്നാൽ 3 തരത്തിലുള്ള മുടക്കുകൾ അന്ന് യഹൂദ സമൂഹത്തിലുണ്ടായിരുന്നു. ഒന്ന് ഒരാഴ്ചത്തേക്കുള്ള മുടക്കും, 1 മാസത്തേക്കുള്ള മുടക്ക്, വീണ്ടും 3-ാമത്തെ മുടക്കാണ് എന്നേക്കുമുള്ള ആ സമൂഹത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നുമുള്ള മുടക്ക്. ഇതിൽ 3-ാമത്തെ മുടക്കാണ് പ്രസക്തമായതും ക്രിസ്തു മശിഹ എന്ന് ആ സമൂഹത്തിൽ ഏറ്റുപറഞ്ഞുവാനുള്ള മുടക്ക്. യഹൂദ സംസ്കാരത്തിൽ നിന്നും, സുനഗോഗിൽ നിന്നും, ദേവാലയത്തിൽ നിന്നും പുറത്താക്കും ക്രിസ്തു മശിഹ എന്ന് ഏറ്റുപറഞ്ഞാൽ. ആ ചങ്കുറ്റം ഈ മാതാപിതാക്കൾക്കുണ്ടായില്ല. പരീക്ഷ സാധൂക്യ സമൂഹം വീണ്ടും യേശുദമ്പുരാന്റെ വീണ്ടും പിറവിയിലെ കുരുടന്റെ അടുക്കൽ കടന്നു വരികയാണ്. എനിക്ക് സന്തോഷം തോന്നിയ ഒരു വസ്തുത ഭിക്ഷകനായിരുന്ന ഒരുവന്റെ ധൈര്യമാണ്. നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു ധൈര്യമാണ് ഭിക്ഷകനുണ്ടായിരുന്നത്.
തനിക്ക് രോഗസൗഖ്യം തന്നത് ക്രിസ്തു എന്നുണ്ട് അടിയുറച്ച് ഏറ്റുപറയുന്ന ഒരു ഭിക്ഷകന്റെ, നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു ധൈര്യമുള്ള ഒരു ഭിക്ഷകൻ. അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുക, പാപി എന്ന് ഏറ്റുപറഞ്ഞെന്ന്. പാപം മറച്ചു വെക്കാതെ ഏറ്റുപറയുക എന്ന്. പിറവിലെ കുരുടനോട് പരീക്ഷ സാധുക്യ സമൂഹം ചോദിച്ചപ്പോൾ അവൻ പറയുന്ന സുന്ദരമായ മറുപടി, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇത് തന്നെ യോശുവയുടെ പുസ്തകം ഇതിൽ യോശുവ ആഖാനോട് പറയുന്ന ഒരു ചിത്രമുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക, അവനോട് ഏറ്റുപറയുക എന്ന്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവനോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുക എന്ന്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ദേവാലയത്തിൽ ധ്യാനത്തിനായി കടന്നുപോയി. അവിടെ ധ്യാനത്തിന് മുമ്പ് ഒരമ്മച്ചിയെ അച്ഛൻ കുമ്പസാരിപ്പിക്കുന്നുണ്ട്. അമ്മച്ചി അന്നേരം വാവിട്ട് കരയുന്നുണ്ട്. കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയെ അടുത്ത് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അമ്മച്ചി കുറച്ച് മറുപടിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരവും വാവിട്ട് കരയുന്നുണ്ട്. ഒരു സ്വല്പം അങ്ങോട്ട് മാറി, സ്വല്പം അങ്ങോട്ട് മാറി. അമ്മച്ചിയുടെ പ്രതികരണമാണ് എന്നെ വളരെയധികം ചിന്തയിലാഴ്ത്തി. ഇവിടെ പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, പാപം അവൻ്റെ അടുക്കൽ ഏറ്റുപറയുക. അമ്മച്ചി പറഞ്ഞ വാക്കുകൾ എന്തായിരിക്കും? നൊയമ്പൊക്കെയല്ലേ, അനുദപിച്ച് കരഞ്ഞില്ലെങ്കിൽ അച്ഛനും ഷമ്മാശനും എന്തോ വിചാരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റുപറച്ചിലുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ബലിബിയുടെ സന്നിധിയിലാണ്, ദൈവസന്നിധിയിലാണ് ഏറ്റുപറയുന്നുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയും അവനോടല്ലേ ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പിറവിയിലെ കുരുടൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം പോലും കാണാത്ത ഒരുവന് ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ ഇതാണ്. അവന് മഹത്വം കൊടുക്കുക, അവനോട് എല്ലാം ഏറ്റുപറയുക എന്നുള്ള ബോധ്യം ഒരു സമൂഹത്തിലെ പ്രധാനിയായ വ്യക്തികളോട് വളരെ ചങ്കൂറ്റത്തോടെ ഏറ്റുപറയുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവനെ ഏറ്റുപറയുക എന്നുള്ളത്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്ക് അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഒന്നാമതേ ദേശത്തിലിരിക്കുകയാണ് പരീക്ഷ സാധുക്യ സമൂഹം. അതിനോട് ചേർന്ന് വീണ്ടും ചോദിക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവനോടെല്ലാം ഏറ്റുപറയുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില ചൊടിപ്പിൻ്റെ വർത്തമാനം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ പരീക്ഷ സാധുക്യ സമൂഹത്തിന് ഇവനെതിരെ ചിലതൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആക്കം കൊണ്ടതാണ്. അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതേ ദേശത്തിലിരിക്കുക, കുറച്ചുകൂടി അവരുടെ ദേശത്തിന് ആക്കം കൂട്ടുവാൻ തക്കവണ്ണമുള്ള ഒരു ചോദ്യവുമായി പിറവിയിലെ കുരുടൻ പറയുകയാണ്, നിങ്ങളും ഇവൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപരൻ്റെ വാക്ക് ഖണ്ഡിക്കുവാൻ പറ്റാതെ വന്നാൽ അവരുടെ മാത്രം കുഴപ്പമല്ല, നമുക്കും ഒരു സ്വല്പം ദേഷ്യമൊക്കെ വരും. നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് സമർത്ഥിക്കുവാൻ പറ്റാതെ വന്നാൽ പരീക്ഷ സാധുക്യ സമൂഹത്തിന് മാത്രമല്ല, നമുക്കും നമ്മളെയും ചൊടിപ്പിക്കും. കാരണങ്ങൾ പരതി നടന്ന ഒരു സമൂഹം പരീക്ഷ സാധുക്യ സമൂഹം. മൂന്നാമത്തെയും അവസാനത്തെയും എന്നേക്കുമുള്ള ഭ്രഷ്ടും മുടക്കും ഈ പിറവിയിലെ കുരുടൻ കൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ സുനഗോഗിൽ നിന്നും ദേവാലയത്തിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള ഒരു മുടക്ക് ഈ പിറവിയിലെ കുരുടൻ സമ്മാനിക്കുകയാണ് പരീക്ഷ സാധുക്യ സമൂഹം. കാണേണ്ടവ പലതും കാണാതെയും
കാണണ്ടാത്ത പലതും കാഴ്ചയ്ക്കായി പ്രദർശിപ്പിച്ചും ഇന്നിൻ്റെ സമൂഹം മാറ്റപ്പെടുകയാണ്. നമ്മെ ചില ബോധ്യങ്ങളില്ലായ്മയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇനി അടുത്തിടയ്ക്ക് ഒരു ഭവന സന്ദർശനത്തിന് കടന്നുപോയി. അവിടെ ഒരു വീട്ടിൻ്റെ ഒരു മുറിയുടെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഐ ആം ബിസി, ഡോൺ ട്രൈ ടു ഡിസ്റ്റർബ് മീ. ഞാൻ അല്പം തിരക്കാണ്, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് എന്നോടുള്ള മറുപടിയൊന്നുമല്ല, മറിച്ച് ഭവനത്തിലെ മാതാവിനോടും പിതാവിനോടും അവൻ്റെ സഹോദരനോടും അവൻ്റെ സഹോദരിയോടുമുള്ള അവൻ്റെ വാക്കുകളാണ്. ഞാൻ കൂടുതലായി അവനെപ്പറ്റി തിരക്കി. അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ അവൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഞാൻ മാതാപിതാക്കളുടെ അടുക്കൽ കടന്നു വരുന്ന പതിവുണ്ടായിരുന്നു. അവനങ്ങനെ കടന്നു വന്ന ഒരു ദിവസം മാതാപിതാക്കൾ പറഞ്ഞു, നീ പോയി പഠിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിലേക്ക് ഏറ്റവും വലിയൊരു ഉപദേശം കൂടെ അതിനോട് ചേർന്ന് പിടിച്ചുകൊണ്ട് അവർ പറയും. എന്താ പറയുന്നത്? നീ പോയി പഠിക്ക്, നീ പോയി നിൻ്റെ കാര്യം കൂടെ നോക്കാൻ പറയും. എനിക്ക് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഉപദേശം കൊടുക്കുന്ന, നീ പോയി നിൻ്റെ കാര്യം നോക്കാൻ. അവൻ 10 എല്ലാ വിഷയത്തിനും A+ കിട്ടി, +2 എല്ലാ വിഷയത്തിനും A+ കിട്ടി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയൊക്കെ ആയി. കല്യാണത്തിന് ദേവാലയത്തിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളിനി 2 അല്ല 1 പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഭവനത്തിൽ വിട്ടു. 2 ആഴ്ച കഴിഞ്ഞു. ഈ അപ്പനും അമ്മയും തിരിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞു? മോനെ, നീ ഇനിയും ഇവിടെ കാര്യം കൂടെ മാത്രം നോക്കിയാൽ പോരാ, ഞങ്ങളുടെ കാര്യം കൂടെ നോക്കണം. നമ്മൾ അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സമൂഹത്തിലെ കുഞ്ഞു ബാല്യങ്ങളുടെ മേൽ കുത്തിവെൽക്കുന്ന ചില രോഗാവസ്ഥകളാണിതൊക്കെ. അത്യന്താവശ്യതമായി ഇത് മാറ്റേണ്ടിയിരിക്കുന്നു. കാഴ്ചയുടെ സത്യത്തെ മനസ്സിലാക്കുവാൻ, ഒരു സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ബോധ്യം ഇന്നിൻ്റെ സമൂഹത്തിന് നഷ്ടപ്പെടുകയാണ്. ഒരു പരിധിവരെ ഭൗതികമായ അന്ധകാരം നല്ലതാണ്, ഒന്നും കാണണ്ടായില്ല. പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങളിൽ പാപമില്ലായിരുന്നു. നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങളിൽ പാപമില്ലായിരുന്നു. കണ്ണ് തുറന്ന് കാണുന്നതിനേക്കാൾ അടയ്ക്കുമ്പോൾ കാണുന്ന ആത്മീയ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. കോട്ടയത്തിൻ്റെ ഇവാനിയോസ് തിരുമേനി വളരെയധികം ത്യാഗപൂർണമായ പ്രാർത്ഥനാപൂർവമായ ജീവിതം ജീവിച്ച ഒരു താപസനായിരുന്നു. അദ്ദേഹം കാലിൽ വളരെയധികം മുറിവുള്ള ആ ഒരു സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവറ് അതിന്മേൽ ചുറ്റിക്കൊണ്ട് ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന ഒരു താപസൻ്റെ മുഖം ഞങ്ങളുടെ മുമ്പിൽ എന്നുമുണ്ട്. ആ പുണ്യപിതാവ് പറയുന്ന ഒരു വാക്കുകളുണ്ട്: എന്ന് നാം മുട്ടുമടക്കി ദൈവസന്നിധിയിലായിരിക്കുന്നു, അന്നേ നാം നന്നാവുന്നു. എന്ന് നാം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ആയിരിക്കുന്നുവോ, അന്നേ നാം നന്നാവുന്നു. 7 നാഴികയുണ്ട് ശിലോഹാമിലേക്ക് നടക്കുവാൻ തക്കവണ്ണം. നാമും ശിലോഹാമിൻ്റെ പടികൾ ചവിട്ടേണ്ടിയിരിക്കുന്നു. ആ പടികൾ ചവിട്ടുവാൻ തക്കവണ്ണം 7 നാഴിക നടന്നുകൊണ്ട്, 20 പടികൾ ചവിട്ടിക്കൊണ്ട് ആ വെള്ളത്തെ ഒന്ന് സ്പർശിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില രോഗസൗഖ്യം നേടുവാൻ തക്കവണ്ണം, നമ്മുടെ മനസ്സിൽ ചില സൗഖ്യം നേടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളുകൾക്ക് ശേഷം അമ്മയും യോസഫും ഭവനത്തിലേക്ക് നടക്കുന്ന ഒരു ചിത്രം നാം കാണുന്നുണ്ട്. ദിവസങ്ങൾ പിന്നിട്ട മാത്രയിൽ ക്രിസ്തു കൂടെ ഇല്ലെന്നുള്ള തിരിച്ചറിവുകൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ക്രിസ്തു കൂടെ ഇല്ലെന്നുള്ള തിരിച്ചറിവുകൾ അമ്മയെയും യോസഫിനെയും ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങുകയല്ല, മറിച്ച് അമ്മയും യോസഫും യെരുശലേം ദേവാലയത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം
തങ്ങളുടെ മകനെ ക്രിസ്തു തമ്പുരാനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇന്ന് ഉപവാസത്തിൽ ബലിപീഠ സന്നിധിയിൽ പരിശുദ്ധൻ്റെ മധ്യസ്ഥത അനുഗ്രഹീതമായ ദേവാലയത്തിൽ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദേവാലയത്തിലെ പടികൾ താണ്ടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവുകൾ നമ്മളെ അനുദിനം നയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു കൂടെയില്ലെന്ന് തിരിച്ചറിവുകൾ നമുക്കുണ്ടായാൽ അമ്മയും യോസഫും തിരികെ യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുപോലെ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോവോ ക്രിസ്തു നമ്മുടെ മനസ്സിലും നമ്മുടെ കൈക്കുമ്പിളിലും ക്രിസ്തു ഇല്ലെന്ന തിരിച്ചറിവുകൾ ഉണ്ടായാൽ തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തു സാന്നിധ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനക്കാരൻ 19-ാം സങ്കീർത്തന 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകണമേ. കണ്ണുകൊണ്ടുള്ള ഉപവാസവും നോയമ്പും ആവശ്യമാണ്. കാണാണ്ടാത്ത ചിലതിനെ കാണുവാൻ തിരിക്കുവാൻ തക്കമുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടിയിരിക്കുന്നു. ചെവി കൊണ്ടുള്ള നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അരുതാത്തത് ചിലത് കേൾക്കുവാതിരിക്കുവാൻ തക്കവണ്ണം, അടുത്തിരിക്കുന്നവൻ്റെ കുറ്റങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകാതെ, ദേവാലയത്തിൽ വരുന്ന മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ, സമൂഹത്തിലെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ കേൾക്കുവാതിരിക്കുവാൻ തക്കവണ്ണം ചെവികളെ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മാത്രം ആ ചെവി തുറന്നുകൊണ്ട് നൊയമ്പില്ലായിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. കാലുകൾ കൊണ്ടുള്ള നൊയമ്പുകൾ അനിവാര്യമാണ്. അരുതാത്തതായ ചില വഴികളുണ്ട്. കാൽവറി മാമലയിലേക്കുള്ള ആ യാത്രയിൽ മാത്രമായിരിക്കണം നമ്മുടെ നടപ്പും നമ്മുടെ വിചാരവും നമ്മുടെ ബോധ്യങ്ങളുമെല്ലാം. അരുതാത്ത വഴിയിൽ നടക്കാതെ ഇരിക്കുക. വാഗൊണ്ടുള്ള നൊയമ്പ് അനിവാര്യമാണ്. അരുതാത്തത് പറയാതിരിക്കുക. അനേകം പേരെ പറ്റി അനേകം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്നൊക്കെ. എല്ലാം മായ്ച്ചു കളയുക. ഇനി ദേവാലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ബലിപീഠ സന്നിധിയിലുമായിരിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളെ മറച്ചു കളയുക. അവൻ്റെ കണ്ണിലെ കോലം നമ്മുടെ വിഷയമല്ല. അവൻ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ എന്നുള്ളതാണ് പ്രധാന വിഷയം. നമ്മുടെ വാഗൊണ്ട് നൊയമ്പ് അനിവാര്യമാണ്. കൈകൾ കൊണ്ടുള്ള നൊയമ്പും അരുതാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അതിനോട് ചേർത്ത് ചില വാക്കുകൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കണം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. എല്ലാവരും ഏറ്റുപറഞ്ഞാട്ടെ, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും എൻ്റെ മേശയിലെ ആഹാരവും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും എൻ്റെ ചെവിയുടെ കേൾവിയും എൻ്റെ കാലുകളുടെ നടത്തവും എൻ്റെ കൈകളുടെ പ്രവൃത്തിയും നിനക്ക് പ്രസാദമാകണമേ. എല്ലാം നിനക്ക് പ്രസാദമാകണമെന്നുള്ള ചില ബോധ്യങ്ങളോടെ ഇന്ന് ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കാൻ നമുക്ക് ദൈവം തമ്പുരാനിടയാകട്ടെ. ഇന്ന് ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ സാത്താൻ നമ്മെ ശുശ്രൂഷിക്കാതിരിക്കട്ടെ. മറിച്ച് ക്രിസ്തു തമ്പുരാൻ പരീക്ഷണങ്ങൾ കടഞ്ഞ് തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചതുപോലെ ദൈവത്തിൻ്റെ മാലാഖമാർ ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലും ബലിപീഠ സന്നിധിയിലും ഭവനത്തിലുമായിരിക്കുമ്പോൾ മാലാഖമാർ നമ്മെ ശുശ്രൂഷിക്കുവാൻ തക്കോണമുള്ള ബോധ്യങ്ങളും വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ എന്നെ വളരെ സന്തോഷത്തോടെ പരിശുദ്ധൻ്റെ അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൽ, പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഈ ദേവാലയത്തിൽ അല്പസമയം നിങ്ങളുമായി ദൈവസന്നിധിയിൽ വചനം പങ്കുവെക്കുവാൻ നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ സന്തോഷപൂർവ്വം എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട മാനേജർ MC കുര്യാക്കോസ് അച്ഛനോടുള്ള റമ്പാച്ചന്മാരെ
വൈദിക ശ്രേഷ്ഠർ, എല്ലാ വിശ്വാസ സമൂഹത്തോടും എൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ടും വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.